This is the only temple in India dedicated to ഭരതസ്വാമി. അതെ, ഇന്ത്യയിലെ ഏക ഭരതസ്വാമി ക്ഷേത്രമായ ശ്രീ കൂടൽമാണിക്യം ടെമ്പിൾ. ഇത് സ്ഥിതി ചെയ്യുന്നത് എൻ്റെ സ്വന്തം ജന്മനാടായ തൃശ്ശൂരിലെ ഇരിഞ്ഞാലക്കുടയിലാണ്. അപ്പോൾ ഇന്ന് ഇവിടുത്തെ വിശേഷങ്ങളാവാം നമുക്ക് പങ്കുവയ്ക്കാൻ. എനിക്കിത് ഒരു ആരാധനാലയം എന്നതിലുപരി ഇതിനെ വിവരിക്കാൻ ഇഷ്ടം സാംസ്കാരിക പൈതൃകത്തെയും ഭക്തി പാരമ്പര്യത്തെയും ഇവിടുത്തെ കല, ആചാരം, സംഗീതം, ഉത്സവങ്ങൾ എല്ലാം കൂടി മലയാളികളുടെ ജീവിതത്തിലെ ജീവിത രീതിയെ കൂടി പ്രതിഫലിക്കുന്നു. ഇതാണ് കേട്ടോ ഇവിടുത്തെ തീർത്ഥക്കുളം. ഈ തീർത്ഥക്കുളത്തിനും ഒരു ചരിത്രവും ഐതിഹ്യമൊക്കെ ഉണ്ട്. വനപ്രദേശമായിരുന്ന ആ സ്ഥലത്ത് ഒരുപാട് മഹർഷിമാർ ചേർന്ന് യാഗം നടത്തിയതിനു ശേഷം ഉണ്ടായതാണ് ഈ തീർത്ഥക്കുളം എന്നും പറയപ്പെടുന്നു. അനേകം ദീപങ്ങളാൽ ചുറ്റപ്പെട്ട ഈ മതിൽ ഇതിൻ്റെ പ്രധാന ആകർഷണമാണ് കേട്ടോ. അതുമാത്രമല്ല, ഇതുപോലുള്ള കൽപ്പാളികളും അതുപോലെ തന്നെ തടിയിലും കല്ലിലും തീർത്ത അനേകം ശില്പങ്ങളും ദേവതാരൂപങ്ങളും അതുപോലെ തന്നെ കഥകൾ പറയുന്ന ഒരുപാട് ചിത്രങ്ങളും, അതുമാത്രമല്ല കേരളത്തിൻ്റെ അതേ ശൈലിയിലുള്ള വാസ്തുവിദ്യ കൂടി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ കാണുന്ന ചങ്ങല വർഷങ്ങൾക്ക് മുന്ന് ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഗജവീരൻ്റെ ഓർമ്മയ്ക്കായി സൂക്ഷിച്ചിരിക്കുന്നു. ഈ ചിത്രങ്ങളിൽ രാമായണത്തിൽ ഒരുപാട് കഥകളും ദേവീദേവന്മാരുടെ ചിത്രങ്ങളും ഇവിടെ കാണാൻ സാധിക്കും. കൂത്ത് കലാകാരനുമായ ഉണ്ണായി വാര്യർ ഈ ക്ഷേത്രത്തിൽ തൻ്റെ കൃതികൾ ഇവിടെ അവതരിപ്പിക്കുകയും അതുപോലെ തന്നെ കഥകളി, കൂത്ത് എന്നിവ പരിശീലിപ്പിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ സേവനത്തിനും ഭക്തി സ്മരണയ്ക്കുമായി ഇന്നും അദ്ദേഹത്തെ ഈ ക്ഷേത്രം ഒരു പുണ്യാത്മാവായി അല്ലെങ്കിൽ പുണ്യപുരുഷനായി ആദരിക്കുന്നു. ക്ഷേത്രത്തിൻ്റെ ചുറ്റുപാടുമാണെങ്കിലും നമുക്ക് വളരെ സമാധാനവും ശാന്തവുമായ ഒരു സ്ഥലമാണിവിടെ. ഇവിടെയുള്ള ആൽത്തറകൾ ആളുകൾക്ക് വിശ്രമിക്കാനും വളരെ ശാന്തമായൊരു അന്തരീക്ഷം സൃഷ്ടിക്കാനും ഇവിടെ സാധിക്കുന്നു. എന്തൊക്കെ തന്നെയായാലും ഐതിഹ്യങ്ങൾ പറയുകയാണെങ്കിൽ ഇനിയുമുണ്ട്. ഭരതസ്വാമിയുടെ അല്ലെങ്കിൽ ശ്രീരാമൻ്റെ അനുജനായ ഭരതൻ്റെ ഈ ഒരു അമ്പലം, അത് ഞങ്ങൾ ഇരിഞ്ഞാലക്കുടക്കാർക്ക് ഇന്നും ഒരു അഭിമാനം തന്നെയാണ്. ധർമ്മത്തിനും സത്യത്തിനും പ്രതീകമായ ഭരതസ്വാമിയുടെ അനുഗ്രഹം ലഭിക്കുന്ന ക്ഷേത്രം, ഭക്തിയുടെ ശാന്തസമുദ്രം, അത് മനസ്സിന് സമാധാനം പകരുന്നതാണ്. ഇന്നത്തെ എൻ്റെ ഈ കാഴ്ചകൾ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ഇനി മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരും. അതുവരയ്ക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നല്ലൊരു ദിനം ഞാൻ നേരുന്നു.